പ്രായാധിക്യവും രോഗവും കാരണം വിഷമിക്കുന്നവർക്ക് ഒത്തുകൂടാനും പ്രാർത്ഥിക്കാനും അവസരമൊരുക്കി ഒരു ദേവാലയം. കോഴിക്കോട് ചുണ്ടത്തുപോയിൽ സെന്റ് ജോർജ് പള്ളി ഇടവകയാണ് സ്നേഹസ്വാന്തനം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. വർഷങ്ങളായി പള്ളിയിലെത്തി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർക്കാണ് ഇടവകയിലെ സൗഹൃദ കൂട്ടായ്മ സ്നേഹത്തിന്റെ സ്വാന്തനം പകർന്നത്. 10 വർഷത്തിലധികമായി പുറത്തേക്ക് അധികം ഇറങ്ങാൻ സാധിക്കാത്തവർ വരെ ഇതിലുണ്ടായിരുന്നു. നിറഞ്ഞ സന്തോഷത്തോടെയാണ് അവർ ഒത്തുകൂടിയത്. കുറെ കാലമായി പള്ളിയിൽ വന്നിട്ട് പള്ളി കണ്ട് സന്തോഷമുണ്ട്. എല്ലാവരും കാണാനിങ്ങോട്ട് വന്നതാ. സന്തോഷമായിട്ടിരിക്കണ ഞാനാ. കുറെ കാലം പള്ളിയിൽ വന്ന എല്ലാവരെയും കാണാനും സന്തോഷത്തോടു കൂടി ഇരിക്കാനും ഇന്നത്തെ കുർബാനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് വന്നത്. എല്ലാവരും കണ്ട് കേട്ട് സന്തോഷത്തോടു കൂടി വീട്ടിൽ പോയി. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ബെഡുകൾ, വീൽചെയറുകൾ തുടങ്ങിയ സൗകര്യങ്ങളടക്കം ഒരുക്കിയിരുന്നു. പള്ളിയങ്കണത്തിലേക്ക് കുടുംബസമേതം എത്തിയവരെ പൊന്നാട അണിയിച്ചും പൂക്കൾ കൊടുത്തുമാണ് ഹൃദ്യമായി സ്വീകരിച്ചത്. വളർത്തിയ മാതാപിതാക്കളെ, അപ്പനമ്മയെ മറക്കുന്ന സമൂഹത്തിന് പകരം അവരെ കൈത്താങ്ങാക്കി നിർത്തേണ്ടവരാണ് ഞങ്ങൾ എന്ന് വളരെ പ്രകടമായിട്ട് ഈ ഒരു ഇടവക കുടുംബം മുഴുവൻ ഒന്നിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ലോകത്തോട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമയവും സന്ദർഭമായിട്ട് തന്നെ മാറ്റുന്നു. ഇടവക വികാരി ഫാദർ ജോസഫ് ലിവിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗമം. മാതാപിതാക്കളെ സ്നേഹത്തോടെ കൂടെ കൂട്ടണം എന്ന സന്ദേശം പുതുതലമുറയ്ക്ക് നൽകുന്നതായിരുന്നു സ്നേഹസംഗമം. രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വിലയില്ലാതാകുന്ന പുതിയ കാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ മാതൃക തന്നെയായി ഈ സ്നേഹസംഗമം. ജനം, കോഴിക്കോട്.